ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിവിടെ കാണിക്കുന്നത് ഫ്രണ്ട് സ്ലിറ്റ് കുർത്തിയുടെ സ്റ്റിച്ചിങ് ആണ്. അപ്പോൾ കട്ടിങ്ങിൻ്റെ വീഡിയോ, ഇതിൻ്റെ മുന്നിലുള്ള കട്ടിങ്ങിൻ്റെ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യം നമുക്ക് അതിൻ്റെ കട്ട് ചെയ്ത് വെച്ചേക്കുക, അതായത് കോർണർ സൈഡ്, ഏറ്റവും താഴത്തെ ഫ്ലയറിൽ വരുന്ന ലൈനിങ് ഭാഗത്ത് വരുന്ന കോർണർ സൈഡിൽ വരുന്ന നമ്മൾ എക്സ്ട്രാ കുറച്ച് തുണി അറ്റാച്ച് ചെയ്യേണ്ടി കട്ട് ചെയ്തിരുന്നു. ആ ഒരു ഭാഗം നമുക്ക് ആദ്യം തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെയാണ് വരേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വെച്ചിട്ട് നമുക്ക് അത് 4 കട്ടിങ് പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ആ 4 ഭാഗത്തും വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ലൈനിങ്ങിന് മാത്രമാണ് അങ്ങനെ എക്സ്ട്രാ പാർട്ട് വന്നിട്ടുള്ളത്. മെയിൻ തുണിയിൽ വന്നിട്ടില്ല, കാരണം മെയിൻ തുണി കുറച്ച് വീതി ഉള്ളതായതുകൊണ്ട് മെയിൻ തുണിയിൽ വന്നിട്ടില്ല. എന്നിട്ട് നമുക്കതൊന്ന് പതിച്ച് തയ്ച്ച് കൊടുക്കാം. ഇതുപോലെ 4 ഭാഗത്തും ചെയ്ത് കൊടുക്കുക ഫ്ലയറിൽ. ഇനി നമുക്ക് ഫ്രണ്ട് പാനലിൻ്റെ നെക്ക് തയ്ച്ചു കൊടുക്കാം. ഫ്രണ്ട് പാനലിൻ്റെ നമ്മൾ കട്ട് ചെയ്തിട്ട് 2 പീസാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു പീസ് എടുക്കുക. അപ്പോൾ ഫസ്റ്റ് ഞാൻ നെക്ക് ഭാഗം വരുന്ന പീസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നെക്കും അതിൻ്റെ ആ സൈഡ് എഡ്ജും കൂടിയിട്ട് നമുക്ക് ഇതിൻ്റെ ഒപ്പം തയ്ച്ചു കൊടുക്കാം. അപ്പോൾ അതായത് നമ്മൾ സ്ലിറ്റിൻ്റെ ഭാഗം കട്ട് ചെയ്ത എഡ്ജ്, അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മെയിൻ തുണി എടുക്കുക. എന്നിട്ട് അതിൻ്റെ നല്ല വശം, മെയിൻ തുണിയുടെ നല്ല വശം എടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നെക്ക് കട്ട് ചെയ്ത് വയ്ക്കുന്ന ലൈനിങ് വെച്ചിട്ട് നമുക്ക് തയ്ച്ചു കൊടുക്കാം. സാധാരണ ചുരിദാറിന് ലൈനിങ് വയ്ക്കുന്ന പോലെ തന്നെ വെച്ച് കൊടുക്കുക. ഇതുപോലെ നല്ല വശങ്ങൾ ചേർത്ത് വയ്ക്കുക. ലൈനിങ്ങിൻ്റെ നല്ല വശം, അതുപോലെ തന്നെ നമ്മുടെ മെയിൻ തുണിയുടെ നല്ല വശം ചേർത്ത് വെച്ചിട്ട് നമ്മൾ മെയിൻ തുണിയിൽ നെക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടില്ല, ആ പോർഷൻ കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു ഭാഗത്ത് വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ അതിൻ്റെ സൈഡ് എഡ്ജും, അതായത് നമ്മുടെ സ്ലിറ്റിൻ്റെ ഭാഗം വരുന്ന സൈഡ് എഡ്ജും കൂടി അതിൻ്റെ ഒപ്പം സ്റ്റിച്ച് ചെയ്യാം. ഇതുപോലെ തന്നെ വെച്ചിട്ട് എന്നിട്ട് നമ്മൾ മറിച്ചിടുകയാണ് ചെയ്യുന്നത് നല്ല വശത്തേക്ക്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ സ്ലിറ്റിൻ്റെ ഭാഗം താഴത്തെ വരെ, അതായത് ഷോൾഡർ തൊട്ട് താഴത്തെ ഭാഗം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ നെക്കും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ടാണ് നമ്മൾ നല്ല വശത്തേക്ക് മറിച്ചിടുന്നത്. അപ്പോൾ ഒന്ന് വെച്ചിട്ട് നമുക്ക് പിൻ ചെയ്ത് കൊടുക്കാം. നെക്കിൻ്റെ ഭാഗവും സ്ലിറ്റിൻ്റെ ഭാഗവും നിങ്ങൾക്ക് വേണമെങ്കിൽ പിൻ ചെയ്ത് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ഒപ്പം സ്റ്റിച്ച് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. ഇതുപോലെ പിൻ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്യുമ്പോൾ, അതായത് സ്ലിറ്റിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരുപാട് ഇങ്ങോട്ട് കയറ്റി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യരുത്. ഒരു 1/4 ഇഞ്ച്, നെക്ക് തയ്ക്കുന്ന പോലെ തന്നെ ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് മാത്രം, അതിൻ്റെ എഡ്ജിൽ നിന്ന് ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് മാത്രം സ്റ്റിച്ച് ചെയ്താൽ മതി. കാരണം ഒരുപാട് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്താൽ നമ്മളെ അതായത് ടോപ്പിൻ്റെ ഫ്രണ്ട് പാനലിൻ്റെ അളവിൽ വ്യത്യാസം വരും. എന്നിട്ട് അതിൻ്റെ എഡ്ജും, അതായത് സ്ലിറ്റിൻ്റെ എഡ്ജ് ഭാഗവും നമുക്ക് കട്ട് ചെയ്ത് വെച്ച ആ ഒരു ഭാഗം നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ലൈനിങ്, അതായത് ലൈനിങ് പീസ് ഏറ്റവും താഴത്തെ ഭാഗം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യണം. ഞാനത് വിട്ടുപോയതാണ്. അതിനുശേഷം നമുക്ക് മെയിൻ തുണിയിലെ ആ നെക്കിൻ്റെ ആ പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ആ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് നെക്കിൻ്റെ എഡ്ജിൽ സ്റ്റിച്ച് ലൈനിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ചെറിയ ചെറിയ കട്ടിങ്ങുകൾ ഇട്ട് കൊടുക്കാം. സാധാരണ നെക്ക് തയ്ക്കുമ്പോൾ ഇട്ട് കൊടുക്കുന്ന കട്ടിങ് തന്നെ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി ഇത് നല്ല വശത്തേക്ക് മറിച്ചിടാം. അപ്പോൾ നമ്മൾ ഷോൾഡറിൻ്റെ സൈഡിൽ കട്ടിങ്ങിൻ്റെ ഭാഗം തയ്ച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഭാഗം കൂടിയും ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ട് നല്ല വശത്തേക്ക് ഈ ഒരു ഭാഗവും എടുക്കുക. അതിനുശേഷം നമുക്ക് ഇനി നെക്കിൻ്റെ എഡ്ജിൽ കൂടെ, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത ആ സ്ലിറ്റ് ഭാഗത്തിൻ്റെ എഡ്ജിൽ കൂടെ തയ്ച്ചു കൊടുക്കുക. അപ്പോൾ ആ ഒരു ഭാഗവും അതുപോലെ തന്നെ നെക്ക് ലൈനും തയ്ച്ചു കൊടുക്കുക. ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ അതിൻ്റെ എഡ്ജും നമ്മൾ നേരത്തെ തയ്ച്ച എഡ്ജും തയ്ച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ മുന്നേ ഒന്ന് അയൺ ചെയ്യുകയാണെങ്കിൽ എളുപ്പമായിരിക്കും തയ്ക്കാനായിട്ട്. അതിന് ശേഷം നമുക്ക് അതിൻ്റെ ബാക്കി ഭാഗം, അതായത്
നമ്മൾ ബോഡി ഷേപ്പ് കട്ട് ചെയ്ത ഭാഗം ലൈനിങ്ങും മെയിൻ തുണിയും കൂടിയിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഒന്ന് റഫ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക, റഫായിട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. കൈക്കുഴിയുടെ ഭാഗം അതുപോലെ തന്നെ നമ്മൾ ബോഡി ഷേപ്പ് കട്ട് ചെയ്ത ഭാഗം. ഇപ്പം നമ്മൾ ഫ്രണ്ട് പാനലിൻ്റെ ഒരു പീസ് റെഡിയായി. നമുക്ക് കാണാം, ഇത് ഫ്രണ്ട് പാനലിൻ്റെ ഒരു പീസാണ്, നെക്ക് ഭാഗം വരുന്ന പീസ്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് മറ്റേ പീസും തയ്ച്ചു കൊടുക്കാം. മറ്റേ പീസിൽ നെക്ക് വരുന്നില്ല, ബാക്കി ഭാഗം ഇതുപോലെ നമുക്ക് തയ്ച്ചു കൊടുക്കാം. അപ്പോൾ ആ പീസ് എടുക്കുക, അതിൻ്റെ ലൈനിങ് പീസും അതും കൂടിയിട്ട് നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് അതിൻ്റെ സ്ലിറ്റിൻ്റെ എഡ്ജ് ഒരു ഭാഗം തയ്ച്ചു കൊടുക്കാം. അതായത് നല്ല വശം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ചേർത്ത് വെച്ചിട്ട് അതിൻ്റെ എഡ്ജിൽ കൂടെ നമുക്ക് തയ്ച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ എഡ്ജിൽ തയ്ച്ച പോലെ തന്നെ 1/4 ഇഞ്ച് വിട്ടിട്ട് മാത്രമാണ് തയ്ക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട് പാനലിൻ്റെ അളവിൽ വ്യത്യാസം വരും. ഇതുപോലെ നല്ല ഭാഗങ്ങൾ ചേർത്ത് വെച്ചിട്ട് നമുക്ക് ഷോൾഡറിൻ്റെ അവിടെ തൊട്ട് താഴത്തേക്ക് ഉള്ള ഫ്ലയർ വരെ താഴത്തേക്ക് തയ്ച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മളത് നല്ല വശത്തേക്ക് മറിച്ചിടുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാം. അതിനുശേഷം ഇതുപോലെ നല്ല വശത്തേക്ക് മറിച്ചിട്ടിട്ട് അതിൻ്റെ എഡ്ജ് ഭാഗം തയ്ച്ചു കൊടുക്കാം. എഡ്ജ് ഭാഗം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ആദ്യം, അല്ലെങ്കിൽ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക ഒപ്പം വെച്ചിട്ട്, അല്ലെങ്കിൽ നമുക്ക് തയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. നന്നായി പ്രസ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ എഡ്ജ് ഭാഗം തയ്ച്ചു കൊടുക്കാം. ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ അതിൻ്റെ ബോഡി ഷേപ്പിൻ്റെ ഭാഗം ലൈനിങ്ങും കൂടി അറ്റാച്ച് ചെയ്യാം.
അപ്പോൾ നമുക്ക് അതായത് ഫ്രണ്ട് പാനലിൻ്റെ 2 പീസും റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതുപോലെ നേരത്തെ ചെയ്ത പോലെ ലൈനിങ്ങും മെയിൻ തുണിയും റഫായിട്ടൊന്ന് അറ്റാച്ച് ചെയ്തു 2 സൈഡും. അതിനുശേഷം നമുക്ക് ഇത് ഒന്ന് ഒരു സ്ട്രിപ്പ് വെച്ചിട്ട് വേണം ഇതിൻ്റെ അടിയിലൊരു സ്ട്രിപ്പ് വെച്ചിട്ട് വേണം നമുക്കിതുപോലെ അത് കൂട്ടി യോജിപ്പിച്ച് തയ്ക്കാൻ. നിങ്ങൾക്ക് കാണാം. അപ്പോൾ നിങ്ങളുടെ ഓപ്പണിങ്, അതായത് നിങ്ങളുടെ സ്ലിറ്റ് ഓപ്പണിങ് തുടങ്ങുന്നത് എവിടം വരെയാണോ അവിടം വരെ ഒരു സ്ട്രിപ്പ് വെച്ചിട്ട് തയ്ച്ചു കൊടുക്കുകയാണ് ചെയ്യുക. അപ്പം അത്രയും നീളത്തിൽ സ്ട്രിപ്പ് എടുക്കണം, അതായത് സ്ട്രിപ്പ് കട്ട് ചെയ്തെടുക്കണം. അതായത് നിങ്ങളുടെ ഷോൾഡർ തൊട്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട് സ്ലിറ്റിൻ്റെ ഓപ്പണിങ് എവിടെ നിന്നാണ് തുടങ്ങേണ്ടത് അതുവരെ അളവെടുക്കുക. എന്നിട്ട് അത്രയും നീളത്തിലൊരു സ്ട്രിപ്പ് കട്ട് ചെയ്തെടുക്കുക. അപ്പം ഞാനിവിടെ 33 ഇഞ്ച് നീളത്തിലുള്ള സ്ട്രിപ്പാണ് കട്ട് ചെയ്യുന്നത്. ഞാനൊരു 3 ഇഞ്ച് വീതിയിലുള്ളൊരു സ്ട്രിപ്പ് കട്ട് ചെയ്തെടുക്കണത്, 3-4 ഇഞ്ച് വീതിയിൽ, കാരണം നമ്മളൊന്ന് മടക്കി തയ്ക്കും. അപ്പോൾ 4 ഇഞ്ച് വീതിയിലോ അല്ലെങ്കിൽ 3 ഇഞ്ച് വീതിയിലോ ഒരു സ്ട്രിപ്പ് ഇതുപോലെ 33 ഇഞ്ച് നീളത്തിൽ, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഓപ്പണിങ് കുറച്ചും കൂടി, അതായത് സ്ലിറ്റിൻ്റെ ഓപ്പണിങ് കുറച്ചും കൂടി മുകളിലേക്ക് വേണമെങ്കിൽ അത്രയും അളന്ന് എടുത്തിട്ട് അത്രയും നീളത്തിലൊരു സ്ട്രിപ്പ് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഇവിടെ 2 സ്ട്രിപ്പ് ജോയിൻ ചെയ്യാണ് ചെയ്യുന്നത്, അത്രയും നീളം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാനൊരു വലിയ സ്ട്രിപ്പ് കട്ട് ചെയ്തെടുത്തു. അതിന് ശേഷം നമുക്കത് അളന്ന് നോക്കാം എത്ര ഉണ്ടെന്ന്. ഞാൻ 33 ഇഞ്ച് നീളത്തിലുള്ള സ്ട്രിപ്പാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഷോൾഡർ ലൈൻ തൊട്ടിട്ട് അളന്ന് നോക്കുക എവിടെ നിന്നാണ് നിങ്ങളുടെ സ്ലിറ്റിൻ്റെ ഓപ്പണിങ് വേണ്ടതെന്ന്. ഞാൻ 33 ഇഞ്ച് നീളത്തിലുള്ള 3 ഇഞ്ച് വീതിയിലുള്ള സ്ട്രിപ്പ് കട്ട് ചെയ്തെടുത്തു. അതിന് ശേഷം നമുക്കിതൊന്ന് മടക്കി തയ്ക്കാം. ഞാൻ ലൈനിങ് പീസിൽ നിന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത്, ലൈനിങ് പീസിൽ നിന്ന് എടുത്താലും മതി. അപ്പോൾ ഇതുപോലെ ഒന്ന് മടക്കി, അതായത് നടു മടക്കിയിട്ട് നീളത്തിൽ തയ്ച്ചു കൊടുക്കുക. നല്ല വശം ഉള്ളിലാക്കിയിട്ട് തയ്ക്കുക. ഇങ്ങനെ തയ്ച്ചതിന് ശേഷം ഇത് നല്ല വശം ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുക്കുക. ഇതുപോലെ നല്ല വശം ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ട് നമ്മളിങ്ങനെ ചെയ്യുന്നത് സ്ട്രിപ്പിന് കുറച്ച് കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് ബലമുള്ള സ്ട്രിപ്പാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുക്കും. നമ്മളുടെ സ്ട്രിപ്പ് റെഡിയായി. ഇനി നമുക്കിതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അറ്റാച്ച് ചെയ്യുമ്പോൾ ഫ്രണ്ട് പാനലിൻ്റെ ഒരു പീസ് എടുക്കുക. അതിനുശേഷം ഈ സ്ട്രിപ്പിൻ്റെ സെൻറ്റർ ഭാഗത്ത് വരുന്ന രീതിയിൽ വെച്ചിട്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ സെൻറ്റർ ഭാഗം കീപ്പ് ചെയ്തിട്ട് തയ്ച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ ഏകദേശം സെൻറ്ററിൽ വരുന്ന രീതിയിൽ അത് വെച്ചിട്ട് തയ്ച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, വളഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ സ്റ്റിച്ച് ഒരുപാട് വളഞ്ഞു പോകാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് പിൻ ചെയ്ത് കൊടുത്താൽ നന്നായിരിക്കും. അപ്പോൾ ഇതുപോലെ രണ്ടും വെച്ചിട്ട് അറ്റാച്ച് ചെയ്യണം നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഒരു പീസ് എടുക്കുക, അതായത് ഫ്രണ്ട് പാനലിൻ്റെ ഒരു പീസ് എടുക്കുക. അതിനുശേഷം ഇതുപോലെ സെൻറ്ററിൽ വെച്ചിട്ട് പിൻ ചെയ്യുക, എന്നിട്ട് തയ്ക്കുക. അതിന് ശേഷം അത് തയ്ച്ചതിന് ശേഷം അടുത്ത പീസ് എടുത്തിട്ട് വെച്ചിട്ട് തയ്ച്ചു കൊടുക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ പിൻ ചെയ്യുമ്പോൾ അതിൻ്റെ സെൻറ്റർ ഭാഗം കീപ്പ് ചെയ്ത്, അതായത് നമ്മുടെ സ്ട്രിപ്പിൻ്റെ സെൻറ്റർ ഭാഗം കീപ്പ് ചെയ്തിട്ട് പിൻ ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്കത് തയ്ച്ചു കൊടുക്കാം. അപ്പോൾ സ്ട്രിപ്പിൻ്റെ താഴത്തെ അറ്റത്തെ ഭാഗം വരെ തയ്ച്ചു കൊടുക്കുക. അതുവരെയാണ് നമ്മൾ ഓപ്പണിങ്, അതുമുതലാണ് നമ്മളുടെ ഓപ്പണിങ്, അതായത് സ്ലിറ്റിൻ്റെ ഓപ്പണിങ് തുടങ്ങുന്നത്.
അതിൻ്റെ എഡ്ജിൽ കൂടെ തന്നെ തയ്ച്ചു കൊടുക്കുക. അപ്പോൾ അതിൻ്റെ താഴത്തെ സ്ട്രിപ്പിൻ്റെ താഴത്തെ ഭാഗം ഉള്ളിലേക്കൊന്ന് മടക്കി വെച്ച് കൊടുക്കാം. മുകളിലത്തെ ഭാഗം മടക്കണമെന്നില്ല, കാരണം നമ്മൾ ഷോൾഡർ ലൈൻ അവിടെ വരുന്നതുകൊണ്ട്. അതിനുശേഷം അടുത്ത പീസും ഇതുപോലെ അതിൻ്റെ സെൻറ്റർ ഭാഗത്ത്, അതായത് മറ്റേ പീസിനോട് യോജിപ്പിച്ച് തന്നെ വെച്ചിട്ട് തയ്ച്ചു കൊടുക്കുക. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ മറ്റേ പീസിൻ്റെ മുകളിലായിട്ട് ഈ പീസ് വെക്കരുത്, അതിനോട് തൊട്ട് തന്നെ വെച്ചാൽ മതി. അപ്പോൾ അങ്ങനെ ശ്രദ്ധിച്ചിട്ട് തയ്ച്ചു കൊടുക്കുക. അങ്ങനെ സ്ലിറ്റിൻ്റെ ഓപ്പണിംഗ് ഭാഗം വരെ തയ്ച്ചു കൊടുക്കുക. എന്നിട്ടതൊന്ന് ആ ഒരു ഭാഗം ഒന്ന് ലോക്ക് ഇട്ട് തയ്ച്ചു കൊടുക്കുക. സ്റ്റിച്ച് വിട്ട് പോരാണ്ടിരിക്കാനാണത്. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് റിവേഴ്സ് സ്റ്റിച്ച് ഇട്ടിട്ട് ഒന്ന് ലോക്ക് ചെയ്തിട്ട് തയ്ച്ചു കൊടുക്കുക. കാണാം നമ്മുടെ ഫ്രണ്ട് പാനൽ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഒരു ലേസാണ്, മിററിൻ്റെ ലേസാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല, കൈ കൊണ്ട് തുന്നന്നെ വേണം. അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് ഇതായത് നമ്മളുടെ ഈ സ്ലിറ്റ് ലൈൻ ഭാഗത്ത്, അതായത് നമ്മളുടെ ഈ കട്ട് ചെയ്ത് തയ്ച്ച ആ ഭാഗത്ത് ഇതുപോലത്തെ ലേസ് വെച്ചിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കൈ കൊണ്ട് തുന്നന്നെ വേണം, നമുക്ക് മിറർ ആയതുകൊണ്ട് മെഷീനിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് കൈ കൊണ്ട് തുന്നി കൊടുക്കുക. അപ്പോൾ നമ്മൾ മറ്റ് ഭാഗങ്ങൾ അറ്റാച്ച് ചെയ്യുന്നതിന് മുന്നേ തുന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമായിട്ട് തുന്നാൻ പറ്റും. അതായത് ഫ്രണ്ട് പാനൽ കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം തുന്നി കൊടുക്കുക. അപ്പം നമുക്ക് സ്ലീവ്സും അതുപോലെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും തുന്നാൻ. അപ്പോൾ ഇത് തുന്നിയതിന് ശേഷം ബാക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഞാൻ 2 ലെയറായിട്ട് ഓരോ പാനൽമേലും, അതായത് 2 പീസുമേലും വെച്ചിട്ടാണ് തുന്നി കൊടുക്കുന്നത്. ഈ ലേസ് ഇതുപോലെ വെച്ചിട്ട് സ്ലിറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഡിവൈഡായിട്ട് പോണ രീതിയിലാണ് ഞാൻ ലേസ് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ലേസ് കൈ കൊണ്ട് തുന്നി കഴിഞ്ഞു. നിങ്ങൾക്ക് കാണാം ഇതുപോലെ. നിങ്ങൾക്ക് ഈ ലേസിന് പകരം ബട്ടൺ വെച്ച് കൊടുത്താലും മതി, അപ്പോഴും ഭംഗി ഉണ്ടാവും. ഇതിപ്പോൾ ഒരു പാർട്ടി ലുക്കിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിരുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പാനൽ ഓക്കെ. ഇനി നമുക്ക് ബാക്ക് പാനൽ കൂടി അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ബാക്ക് പാനൽ ഞാൻ കാണിക്കുന്നില്ല, സാധാരണ പോലെ നെക്ക് തയ്ക്കുന്ന പോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട് പാനലിൻ്റെ നെക്ക് തയ്ച്ച പോലെ തന്നെ സാധാരണ പോലെ ബാക്ക് പാനലിൻ്റെ നെക്ക് തയ്ച്ചു കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ 2 സൈഡും എന്നിട്ട് നല്ല വശത്തേക്ക് മറിച്ചിട്ടതിന് ശേഷം അതിൻ്റെ 2 സൈഡും അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിൻ്റെ ഷോൾഡർ അറ്റാച്ച് ചെയ്യാം. അതുപോലെ തന്നെ സ്ലീവ്സും അറ്റാച്ച് ചെയ്യാം. അപ്പോൾ അതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല, നിങ്ങൾക്ക് അറിയാലോ. നിങ്ങൾക്ക് എൻ്റെ മുന്നത്തെ വീഡിയോസ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും, ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് അതിലൊക്കെ. ഷോൾഡർ തയ്ക്കുന്നതിന് മുന്നേ അതിൻ്റെ ആ ഭാഗത്ത് മിററൊന്ന് കളയാം, അല്ലെങ്കിൽ സൂചി
അതിൽ കടക്കില്ല. രണ്ട് ഭാഗത്ത് ഷോൾഡർ അറ്റാച്ച് ചെയ്യാം. അതിനുശേഷം സ്ലീവ്സ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം നമുക്ക്. അപ്പോൾ ഞാൻ രണ്ട് സൈഡിലും സ്ലീവ്സും അറ്റാച്ച് ചെയ്തു. സ്ലീവ്സ് അറ്റാച്ച് ചെയ്തതിന് ശേഷം അതിൻ്റെ താഴത്തെ ഭാഗം ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്കിനി രണ്ട് ഫ്രണ്ട് പാനലും ബാക്ക് പാനലും കൂടി രണ്ട് സൈഡും കൂടി അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ സൈഡിൽ സ്ലിറ്റ് കൊടുക്കുന്നില്ല. അപ്പോൾ കൈയിൻ്റെ താഴത്തെ ഭാഗത്തുനിന്ന് തുടങ്ങി താഴത്തെ ഫ്ലെയറിൻ്റെ അറ്റത്തെ ഭാഗം വരെ തയ്ച്ചു കൊടുക്കുക. ഈ ഒരു ഭാഗം തുടങ്ങിയിട്ട് നമ്മൾ താഴത്തെ ഭാഗം വരെ രണ്ടും കൂടി അറ്റാച്ച് ചെയ്യുക. അപ്പോൾ അറ്റാച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഹിപ്പ് ലൈൻ അടയാളപ്പെടുത്തി അതുവരെ നമ്മുടെ ഷേപ്പിനനുസരിച്ച് അറ്റാച്ച് ചെയ്യുക. അതിനുശേഷം അവിടെ നിന്ന് അങ്ങോട്ട് താഴത്തേക്ക് ഒരു 1/4 ഇഞ്ചോളം വിട്ടിട്ട് മാത്രം അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഹിപ്പ് ലൈൻ അടയാളപ്പെടുത്തിയ ആ ഭാഗം എത്തുമ്പോൾ തന്നെ നമ്മൾ എഡ്ജിലേക്കുള്ള ഡിസ്റ്റൻസ് കുറച്ചിട്ട് തയ്ച്ച് വരിക. എന്നിട്ട് താഴത്തെ ഭാഗം വരെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ രണ്ട് സൈഡും അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കുർത്തി റെഡിയായി. ഇനി ഇതിൻ്റെ താഴത്തെ ഭാഗം നിങ്ങൾക്ക് മടക്കി തയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, നമ്മൾ കർവ് കൊടുത്ത് കട്ട് ചെയ്തുകൊണ്ട്. അപ്പോൾ ആ താഴത്തെ ഭാഗം ഒന്ന് ഇൻ്റർലോക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനത് ഇതിൽ കാണിക്കുന്നില്ല, നിങ്ങൾക്ക് അറിയാലോ ഇൻ്റർലോക്ക് ചെയ്യണത്. ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്കത് നോക്കിയിട്ട് ഇതുപോലെ ചെയ്യാം.